ഹായ്, അപ്പോൾ എല്ലാവർക്കും കോമിക് നറേറ്റീവിൻ്റെ മറ്റൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. ഹാപ്പി വിമൻസ് ഡേ. ഇന്ന് മാർച്ച് 8 ഇന്ന് ഞാൻ ഈ വനിതാ ദിനത്തിലൊരു സ്പെഷ്യൽ എപ്പിസോഡ് ചെയ്യുന്നത് നമ്മുടെ മലയാള സിനിമയിലെ എണ്ണം പറഞ്ഞ കുറച്ച് കോമഡി ചെയ്യുന്ന ഫീമെയിൽ ആർട്ടിസ്റ്റുകളുണ്ട്, ആക്ട്രസസുണ്ട്. സോ അവരെക്കുറിച്ച് മലയാള സിനിമ തുടങ്ങിയപ്പോൾ മുതൽ എനിക്കറിയാവുന്ന അങ്ങനത്തെ ആക്ടേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലോട്ട് കിടക്കാം. ഈ ലിസ്റ്റിൽ ഞാനങ്ങനെ റാങ്കിങ്ങോ അങ്ങനെ ഒന്നുമില്ല, ജസ്റ്റ് എനിക്കറിയാവുന്ന ഒരു ഓർഡറിൽ പറയുന്നതേ ഉള്ളൂ. ഈ ലിസ്റ്റിൽ ആദ്യം അടൂർ ഭവാനി അമ്മ ക്യാരക്ടർ റോൾസിലൂടെ സത്യൻ്റെ അമ്മയായിട്ടും നസീർ സാറിൻ്റെ അമ്മയായിട്ടൊക്കെയാണ് സിനിമയിൽ ഒരുപാട് തിളങ്ങി നിന്നെങ്കിലും അവരൊരു കോമിക്കൽ സൈഡുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹിറ്റ്ലർ മൂവിയിൽ എന്തുവാ പേരെന്തുവാ, അതേപോലെ തന്നെ CBI ഡയറിക്കുറിപ്പ് സീരീസിലും ഇവരുടെ നാച്ചുറൽ ആക്ടിങ് കൊണ്ടുണ്ടാകുന്ന കുറച്ച് കോമഡീസ് ഉണ്ട്. മീനത്തിൽ താലികൾ, കൊതിപ്പിച്ചല്ലൂടി കൊച്ചെ, ജഗതി ശ്രീകുമാറിൻ്റെ അമ്മുമ്മയായിട്ട് മുത്തശ്ശിയായിട്ടൊരു റോളുണ്ട്. ഇവരൊന്നും ചിരിപ്പിക്കാൻ വേണ്ടി ഒന്നും ചെയ്യുന്നതല്ല, നാച്ചുറലി ആക്ട് ചെയ്യുമ്പോൾ വരുന്ന കോമഡീസാണ്. പിന്നെ ഈ ലിസ്റ്റിൽ വരുന്നത് ഫിലോമിന ദ ബെസ്റ്റ് എന്ന് തോന്നിപ്പിക്കുന്ന കുറേ സിനിമകളുണ്ട്. അവരും ഈ പറയുന്ന പോലെ ആദ്യ കാലത്തിൽ ഈ അമ്മവേഷങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇവർ അവിടെ നിന്ന് എപ്പോഴും ഷിഫ്റ്റായി, ചിലപ്പോൾ വില്ലത്തി റോൾസിലൊക്കെ ചെയ്തിട്ട് പിന്നെ ഒരു ഷിഫ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ എടുത്തു പറയാനാണെങ്കിൽ ഫിലോമിനമ്മയുടെ എനിക്കിഷ്ടപ്പെട്ട കുടുംബവിശേഷം, ഒരു സത്യനന്ദിക്കാട് മൂവിയുണ്ട്. അതിൽ ബാങ്ക് മാനേജർമാരുടെ വീട്ടിൽ മാത്രം നിൽക്കുന്ന ഒരു മെയ്ഡായിട്ടാണ്. സോ അതിനകത്ത് ഭയങ്കര ഫുഡ് എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്ന, ചോറ് കൂടുമ്പോൾ മോളെ ഇച്ചിരി കറി കൂടെ തരുമോ, കറി കൂടിപ്പോൾ ഇച്ചിരി ചോറ് കൂടെ തരുമോ എന്നൊക്കെ പറയുന്ന ഭയങ്കര സ്വാഭാവികമായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു റോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ നാടോടിക്കാറ്റിൽ അമ്മായിയമ്മയുടെ റോള്, പിന്നെ മൂക്കില്ല രാജ്യത്തെന്ന് പറയുന്നൊരു മൂവിയിൽ അത്രയും ലെജൻസിൻ്റെ ഒരു നിരയാണ് ആ സിനിമ. അതിൽ 1-2 ഫീമെയിൽ ക്യാരക്ടേഴ്സേ ഉള്ളൂ. അതിലൊന്നാണ് ഫിലോമിനമ്മ ചെയ്ത ആ ഒരു ലേഡി, ഭ്രാന്തായിട്ടുള്ള അവിടെ ആ സിനിമയിൽ എല്ലാവർക്കും ഭ്രാന്താണ് ഒബിയസ്ലി. പക്ഷേ ഈ ക്യാരക്ടർ ഒരു ഗെറ്റപ്പ് ചേഞ്ചൊക്കെ നടത്തിയിട്ട് വരുന്നൊരു സീനുണ്ട്, വെരി ഹിലേറിയസ്. ഗോഡ് ഫാദർ, ആനപ്പാറ അച്ചാമ്മ എന്ന് പറയുന്നത് കോമഡിക്ക് വേണ്ടിയിട്ട് അവരെന്തെങ്കിലും ചെയ്യുന്നില്ല. അതിലും അവർ പറയുന്ന ചില പ്രാസമൊപ്പിച്ച ഡയലോഗ്സൊക്കെ, ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വെക്കട പഞ്ഞി, എൻ്റെ അമ്മയുടെ ചവിട്ടിലും വെക്കട പഞ്ഞി എന്നൊക്കെ പറയും. അത് കഴിഞ്ഞാൽ പിന്നെ ഈ ലിസ്റ്റിൽ വരുന്നത് KPS ലളിത. എന്താ പറയുക, എന്നെ സംബന്ധിച്ചത് ബെസ്റ്റ് അമ്മ റോൾ ചെയ്യുന്നത്, ബെസ്റ്റ് കോമഡി ചെയ്യുന്നത്, ആ ഒരു എന്താ പറയണ, ഒരു ഡിബേറ്റ് പോലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം വേറൊരു ആളുമായിട്ട് എനിക്ക് ധൈര്യമായിട്ട് KPS ലളിതാമ്മയുടെ പേരിൽ ഡിബേറ്റ് ചെയ്യാം. അവരാണ് ദ ബെസ്റ്റ് ആക്ട്രസ് ഇൻ മലയാളം എന്ന്. ക്യാരക്ടർ റോൾസ് എല്ലാം കൂടെ നോക്കുമ്പോൾ ഓൾ ടുഗദർ ഒരു ഓൾറൗണ്ടർ എന്ന രീതിയിൽ ലളിതാമ്മ ചെയ്യുന്ന കോമഡീസ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചും കൂടെ ലൗഡായിരിക്കും, അങ്ങനെ സെറ്റിലല്ല, കുറച്ചും കൂടെ എക്സ്പ്രസീവ് ആൻഡ് ലൗഡായിട്ടാണ് ലളിതാമ്മയുടെ വരുന്ന. മണിച്ചിത്രത്താഴിൽ ഉള്ള കൗണ്ടേഴ്സ്, മോഹൻലാലിനായിട്ടായാലും ഈ പറയുന്ന ഇന്നസെൻ്റായിട്ടാണ് അതിൽ കോമ്പിനേഷൻസ് വരുന്നത്. അതിലായാലും അതേ ഇന്നസെൻ്റായിട്ട് തന്നെ ഗോഡ് ഫാദറിൽ കോമ്പിനേഷൻ വരുന്നുണ്ട്. അതേപോലെ തന്നെ ക്യാരക്ടർ റോളും അതിൽ ഗംഭീരമായിട്ടാണ് ചെയ്യുന്നത്. ഇമോഷണൽ സൈഡൊക്കെ അവർ നന്നായിട്ടാണ് ആ സിനിമയിൽ ചെയ്തിരിക്കുന്നത്. കടൽക്കാറ്റ് എന്ന് പറയുന്നൊരു സിനിമയിലെ ഹ്യൂമർ ക്യാരക്ടറാണ് ഒരു വേലക്കാരി. അവർ കുറച്ച് ഫ്രോഡാണ്, ഇന്നസെൻറ്റിനെ ഫ്രോഡ് കാണിച്ച് മമ്മൂട്ടിയെ കല്യാണം കഴിക്കുന്ന അങ്ങനത്തെ ഒരു ഫ്രോഡ് ക്യാരക്ടറാണ്. അത് ഹ്യൂമർ ഉണ്ട്, അതിൽ നന്നായിട്ട് ഡെലിവർ ആവുന്നുണ്ട്. പക്ഷേ അതിനൊരു ഇമോഷണൽ സൈഡും കൂടെ ഉണ്ട്, അത് അവർ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഐ എം റെഡി ഫോർ എ ഡിബേറ്റ്. പിന്നെ അടുത്ത ലിസ്റ്റിൽ വരുന്നത് മീന, നമ്മുടെ ദൃശ്യത്തിലെ മീനയല്ല, പഴയ സിനിമ നടി മീന. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒറ്റ സിനിമ മതിയല്ലോ, നമ്മുടെ മേലെ പറമ്പിലാണ് വീട്. അതിൽ അവരുടെ അമ്മ
ആർക്കായാലും ഒന്ന് പൊട്ടിച്ചിട്ടേ ഞാൻ ക്ഷമിക്കുള്ളൂ എന്ന് പറയുന്ന, ഇനിയിപ്പോൾ നിങ്ങളെങ്ങാനും ആണോ എന്ന് നരേന്ദ്രപ്രസാദിനോട് ചോദിക്കുന്ന, ഇവർക്ക് കഞ്ഞി വിളമ്പി വെച്ചിട്ട് ഇവർക്ക് കറി വയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവർ ഓരോ മുളക് കൊടുക്കും. നാടോടിക്കാറ്റിൽ മോഹൻലാൽ അരി മേടിക്കാൻ വരുമ്പോൾ ഒരു എക്സ്പ്രഷനുണ്ട്. ഓഹ്, അതിൽ ചിരിക്കാത്ത മലയാളികളുണ്ടോ എന്ന് എനിക്കറിയില്ല. അവരുടെ എക്സ്പ്രഷനിൽ തന്നെ ഉണ്ട്. അത് റിയാക്ഷൻ കോമഡിയാണ്. മോഹൻലാൽ ചെയ്യുന്നതിന് റിയാക്ട് ചെയ്താൽ മാത്രം മതി, അത് അത്ര ഈസി അല്ലല്ലോ. പിന്നെ ഈ ഹീറോയിൻസിനെയൊക്കെ കോമഡി ചെയ്യിക്കാൻ തുടങ്ങി. പ്രിയദർശനൊക്കെയാണ്, സത്യനന്ദിക്കാടൊക്കെയാണ്, അങ്ങനെ കുറച്ച് ഹീറോയിൻസ് ആ സമയത്ത് വന്നു, ഒരു 90s വന്നു. അതിലൊരാളാണ് ഉർവശി. ഉർവശി ആയിരിക്കും ലീഡ് റോൾസ് ചെയ്തതിൽ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നന്നായിട്ട് ഹ്യൂമർ ചെയ്യുന്ന ഒരു ആക്ട്രസ്. ഉർവശി ഈ യോധ സിനിമയിൽ കുറച്ചേ ഉള്ളൂ ഈ ലാ ലാ ല ല ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ നടന്നു വരുന്നൊരു സീനുണ്ട്. പിന്നെ ഉർവശിയുടെ കോമഡി ടൈമിങ് ഇവരെന്നൊക്കെ ഭയങ്കര ഡിഫറെൻ്റാണ്. ആളെ സ്പോട്ടിൽ തന്നെ ഹിറ്റ് ചെയ്ത് കോമഡി പറയും. കോമഡി പറയാൻ വേണ്ടിയിട്ടായിരിക്കില്ല, ഭയങ്കര നാച്ചുറലായിട്ട് ഭയങ്കര ഈസി ആയിട്ട് ഡെലിവറി ചെയ്യും. ഒരു മല ചുമക്കണ പോലെയൊന്നുമല്ല, ഭയങ്കര സിമ്പിളായിട്ട്. കോമ്പിനേഷൻ സീൻസ് ആയാൽ പോലും ഈ ലെജൻഡായിട്ടുള്ള ആക്ടേഴ്സായിട്ടാണ് കോമ്പിനേഷൻ വരുന്നതെങ്കിൽ ഇവർ അതേപോലെ കട്ടക്കി നിന്ന് അവർക്ക് ഫൈറ്റ് കൊടുക്കും. എല്ലാം ഞാൻ പറയുന്നത് ഈ ലിസ്റ്റിലുള്ള മറ്റുള്ളവരും അങ്ങനെ ചെയ്യുന്നതാണ്. പക്ഷേ ഉർവശി ഒരു പ്രത്യേക ഡോമിനൻസ് ഉർവശിക്കുണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ല, ഇതൊരു ഓർഡറിലൊന്നുമല്ല, ഇത് ബെസ്റ്റൊന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഞാൻ എല്ലാവരും ബെസ്റ്റാണ്, ഞാനൊരു ഇങ്ങനെ ഹാൻഡ് പിക്ക് ചെയ്ത് പറയുന്നു, ഓർക്കുന്നതനുസരിച്ച് പറയുന്നുള്ളൂ. ഞാൻ സ്ക്രിപ്റ്റ് പോലും എഴുതിയിട്ടില്ല. അതിൻ്റെ ആവശ്യമുണ്ടോ? നമ്മൾ ചെറുപ്പം മുതൽ കാണുമല്ലേ ഇതെല്ലാം. അടുത്തത് കൽപ്പന. ഹീറോയിൻ മെറ്റീരിയലിനേക്കാളും കൂടുതലും ഈ പറയുന്ന ഹ്യൂമറാണ് ആൾക്ക് ഭയങ്കര കംഫർട്ട് സോൺ തോന്നിയിട്ടുണ്ട്. പക്ഷേ നന്നായിട്ട് ക്യാരക്ടർ റോളും ചെയ്യുന്ന ആർട്ടിസ്റ്റായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഇപ്പം നമ്മുടെ കൂടെ ഇല്ല. ഈ ജഗതി, ശ്രീനിവാസൻ, ഇന്നസെൻറ്റ് അങ്ങനെയുള്ള ലെജൻസിൻ്റെ കൂടെ ചുമ്മാ കേട്ട് നിന്ന് റിയാക്ട് ചെയ്ത് കോമഡി ഉണ്ടാക്കാതെ വ്യക്തമായ സ്ക്രിപ്റ്റിൽ തന്നെ ഇവർക്കൊരു സ്പേസ് ഉണ്ടാക്കിയെടുത്ത്, അന്നത്തെ റൈറ്റേഴ്സ് ഇവർക്ക് സ്പേസ് കൊടുത്ത് അങ്ങനെ ഒരു രീതിയിലാണ് പ്രസൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഓഫ് സ്ക്രീനിലായാലും അല്ലാതെ വല്ല ഇൻ്റർവ്യൂസിലായാലും ഇവർ കുറച്ച് സ്പോണ്ടേനിയസ് കൗണ്ടേഴ്സ് ഉണ്ട്. ഇവരുടെ ഡെയിലി അവരുടെ വിഷമകഥ പറയുമ്പോൾ പോലും, അവരുടെ പണ്ടത്തെ അനുഭവകഥകൾ പറയുമ്പോൾ പോലും അതിലൊരു ഹ്യൂമർ കൊണ്ടുവന്ന് അതിൽ വേർഡ്സ് കൊണ്ട് നമ്മളെങ്ങനെ ലൈവാക്കി നിർത്താനും ചിരിപ്പിക്കാനും ശ്രമിച്ച ഒരാളാണ് കൽപ്പന. സോ അത് ജന്മസിദ്ധമാണ്. ഓക്കെ, ഇത് കഴിഞ്ഞാൽ പിന്നെ ഈ ഹീറോയിൻ കാറ്റഗറിയിൽ കോമഡി ചെയ്യുന്നത് ഈ പ്രിയദർശൻ കൊണ്ടുവന്ന ഒരാളുണ്ട്. സ്പെഷ്യൽ മെൻഷൻ കൊടുക്കാം രഞ്ജിനിക്ക് കൊടുക്കാം ചിത്രത്തിൽ. പക്ഷേ അങ്ങനെ ഭയങ്കര കോമഡി ചെയ്തതായിട്ട് തോന്നിയിട്ടില്ല. സിനിമയിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു മൊത്തത്തിൽ അഴിച്ചു വിട്ടിട്ട് ഒരു പ്രകമ്പനം കൊണ്ടുവന്ന്, അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ആ സിനിമ കയ്യിലെടുത്ത് കൊണ്ടുപോയ ആളാണ് കിലുക്കത്തിലെ രേവതി നന്ദിനി എന്ന് പറയുന്ന ക്യാരക്ടർ. സിമ്പിളായിട്ട് അത് ആർക്കെതിരെയാണ്, കോമ്പിനേഷൻ സീൻസ് ആർക്കെതിരെയാണ്? ജഗതി, മോഹൻലാൽ, തിലകനായിട്ടുള്ള സെക്കൻഡ് ഹാഫിലെ കോമ്പിനേഷൻ സീൻ, അത് അസാധ്യ പെർഫോമൻസ് അല്ലേ അതിനകത്ത്. കാലത്ത് പലരും അത് റീമേക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് അതെന്താണ് രേവതി അത് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളത്. സോ രേവതിയുടെ ഒരൊറ്റ ക്യാരക്ടർ മതി രേവതിയുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന് മനസ്സിലാകാൻ. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കോമഡി ഭയങ്കര ഈസി ആയിട്ട് ചെയ്തിട്ടുള്ളത് ബിന്ദു പണിക്കർ. യുണീക്കായിട്ടുള്ളൊരു സൗണ്ടും പെർഫോമൻസും മോഡുലേഷനൊക്കെ വെച്ചിട്ട് കൽപ്പന ഇവരൊക്കെ പോലെ തന്നെ, പക്ഷേ എന്തോ ഒരു യുണീക്നെസ് എല്ലാവർക്കും ഉണ്ട്. ഈ പറഞ്ഞ എല്ലാവർക്കും ഒരു യുണീക്ക് ഫാക്ടറുണ്ട് അവരുടെ എക്സിക്യൂഷനിലായാലും. പക്ഷേ ബിന്ദു പണിക്കർ അത്രയും ഹ്യൂമർ ചെയ്യുന്നൊരു ആക്ട്രസ്സാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കോമഡി ചെയ്യുന്നത് എനിക്ക് തോന്നിയിട്ടുള്ള ഭയങ്കര ഈസി ആയിട്ട് കോമഡി ചെയ്യുന്നതല്ല, ചില കോമഡി മൂവീസിൽ പാർട്ടായിട്ടുള്ളൊരു നടിയാണ് നവ്യ നായർ. അങ്ങനെ കോമഡി ഭയങ്കര രസമായിട്ട് ചെയ്തു അങ്ങനെയൊന്നുമല്ല. പക്ഷേ കല്യാണരാമൻ, പാണ്ടിപ്പട പറയുന്ന ഇഷ്ടം എന്ന് പറയുന്ന മൂവീസിലൊക്കെ
അവിടെ നിന്ന് എന്താണോ കൊടുക്കുന്നത്, അവിടെ ഒരു അപ്പുറത്തുനിന്ന് ഭയങ്കര വലിയൊരു പെർഫോമൻസ് വരുമ്പോൾ ഇപ്പുറത്തുനിന്ന് ബാലൻസ് ചെയ്യുന്നത് കുറച്ച് റിയാക്ഷൻസ് കാര്യങ്ങളൊക്കെയാണ്. അത് ആ ചെറിയ പ്രായത്തിൽ തന്നെ ഭയങ്കര ടൈമിങ് ഇട്ട് കാവ്യമാധവനും അതുപോലെ തന്നെ. പക്ഷേ നവ്യ നായരായിരിക്കും ഇത് കൂടുതൽ അങ്ങനത്തെ സിനിമകളിൽ ചെയ്തിട്ടുണ്ടാവുക. ഈ പറഞ്ഞ സിനിമകളൊക്കെ തന്നെ ഭയങ്കര അത് ഈസി അല്ല. കാര്യം എന്ന് വെച്ചാൽ അപ്പുറത്തുനിന്ന് നമ്മളിവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കണ പോലെയല്ലല്ലോ, ക്യാമറയുടെ മുമ്പിലിരുന്ന് ഇത് പെർഫോം ചെയ്യുമ്പോൾ അപ്പുറത്തുനിന്ന് വരുന്ന ലൈവായിട്ടുള്ള കൗണ്ടേഴ്സ്, നമ്മളിപ്പോഴും പൊട്ടിച്ചിരിക്കുന്ന കൗണ്ടേഴ്സ് ആദ്യം കേട്ടിട്ടുണ്ടാവുക ഈ കൂടെ അഭിനയിക്കുന്നവരായിരിക്കും. അവരത് ചിരിക്കാതെ ചെയ്യണ്ടേ, അതിന് റിയാക്ഷൻ കൊടുക്കണ്ടേ. അങ്ങനെ നോക്കിയാൽ നവ്യ നായർ ഭയങ്കര കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് മലയാള സിനിമയുടെ കോമഡി എന്നുള്ളതിൽ. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത കുറച്ചും കൂടെ കാലഘട്ടം മാറിയപ്പോൾ കുറച്ചും കൂടെ ഫ്ലെക്സിബിളായി ഹ്യൂമർ ചെയ്യുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് മമത മോഹൻദാസാണ്. മൈ ബോസ്, 2 കൺട്രീസ്, ഈ 2 മൂവീസ് മതിയല്ലോ. അവർക്കൊരു ഇൻഡിവിജ്വൽ സ്പേസ് ഉണ്ടാക്കിയിട്ട് അവർ കൊണ്ട് ഗോളടിക്കുന്ന സിനിമകൾ, അതവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നു നമുക്ക് തോന്നിയ 2 ക്യാരക്ടേഴ്സാണ്. ഒരെണ്ണം റാഫി ഡയറക്റ്റ് ചെയ്ത മൂവി 2 കൺട്രീസ്, ഒരെണ്ണം ജിത്തു ജോസഫിൻ്റെ. അത് കഴിഞ്ഞാൽ പിന്നെ കോമഡി ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് സൃന്ദയാണ്. പക്ഷേ സൃന്ദ കുറച്ച് മൂവീസിന് മാത്രമേ ഒരു പെർഫോമൻസ് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഈ അടുത്തൊക്കെ പിന്നെ അത് അങ്ങോട്ട് താഴെ പോയ പോലെ തോന്നിയിട്ടുണ്ട്. പക്ഷേ സൃന്ദയും നല്ല ടൈമിംഗ് ഒക്കെ ഉള്ളൊരു കോമഡി എന്ന ആക്ട്രസ്സാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നൊരു മൂവിയെക്കുറിച്ച് ഞാൻ പറയാം. അതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സിനിമകൾ, ഇപ്പം ഞാൻ കുറേ സിനിമകൾ പറഞ്ഞു, കുറേ ആക്ടേഴ്സിൻ്റെ പേര് പറഞ്ഞു. മൾട്ടി സ്റ്റാർ മൂവി ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിളക്കം, ഇതിൽ അപ്പുറത്തെ സൈഡ് ആരാന്ന് നോക്ക്. ജഗതി, ഇന്നസെൻ്റ് ആൻഡ് കൊച്ചിൻ ഹനീഫ, കൂടെ ഒടുവിൽ ഉണ്ണികൃഷ്ണനും സ്വാഭാവികമായ ഹ്യൂമർ കൈകാര്യം ചെയ്യുന്ന ഒരു ലെജൻഡ് തന്നെയാണ്. ഈ 4 പേരുടെ കൂടെയാണ് ഒരു പെൺ പട നിന്ന് തകർത്തു വാരിയത്. ആരൊക്കെയാണ്? KPS ലളിത, കലാരഞ്ജിനി. നമ്മുടെ കലാരഞ്ജിനി, അതിൽ ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല കലാരഞ്ജിനി ഇത്രയും ഗംഭീരമായിട്ട് ആ ക്യാരക്ടറിനെ ഹോൾഡ് ചെയ്തു എന്നുള്ളത്. അവരുടെ 2 അനിയത്തിമാരെ പോലെ അല്ല വരുന്നതാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഈ സിനിമ ആണെന്ന് നമുക്കത് ചേഞ്ച് ആവും, ആ ഒരു ഒപ്പീനിയൻ തന്നെ മാറിപ്പോവും. കലാരഞ്ജിനി ആൻഡ് ബിന്ദു പണിക്കർ, ഈ 3 പേരുടെയും കൂടെ അവർ കൊണ്ടുപോയി ആ സിനിമ. അത് അപ്പുറത്തുനിന്ന് എങ്ങനെയൊക്കെ ഇങ്ങനെ ത്രാസിലിട്ട് തുലനം ചെയ്താലും നമ്മൾ നോക്കിയാലും അത് അവർ കൊണ്ടുപോയി. അതായിരിക്കും ഞാൻ പറയുന്ന ദ ബെസ്റ്റ് ഫീമെയിൽ ഓറിയൻറ്റഡ് കോമഡി മൂവി എന്ന് ഞാൻ പറയും. ഹ്യൂമറിന് അത്രയും പ്രാധാന്യം കൊടുത്തുണ്ടാക്കിയ രാജസേനാണ് അതിൻ്റെ ഡയറക്ടർ എന്ന് തോന്നുന്നു. ഗംഭീര സിനിമ. ആൻഡ് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ആ സിനിമയായിരിക്കും ദ ബെസ്റ്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു സ്പെഷ്യൽ മെൻഷൻ ഉണ്ട്, ശോഭന. ഉർവശിയെ പോലെയൊക്കെ തന്നെയാണ്, പക്ഷേ എനിക്ക് ഉർവശീനെയാണ് കുറച്ചും കൂടെ ബെറ്ററായിട്ട് തോന്നുന്നത്. ശോഭനയും ഭയങ്കര ടാലൻറ്റഡ് ആണ്, ഹ്യൂമർ റിയാക്ട് ചെയ്യുന്ന ഒരു ആക്ട്രസ് തന്നെയാണ്. അപ്പോൾ ഇത്രയും നേരം എൻ്റെ എപ്പിസോഡ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെ സ്നേഹം, സന്തോഷം. അപ്പോൾ മറ്റൊരു എപ്പിസോഡായിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വുമൻസ് ഡേ.